നല്ല ഭംഗിയില്ലേ? നമ്മളുടെ ഒരുക്കം കഴിഞ്ഞ്. സോ ഇങ്ങനെ ഇരുന്നായിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ റൂമിനെയാണ് നമ്മൾ നൈസായിട്ട് മാറ്റാൻ പോണത്. ഇപ്പോൾ കുറച്ച് അലങ്കോലമായിട്ടാണ് ഇരിക്കണേ. അമ്മ തന്നെ കട്ടൻ ചായ. ഇതിൻ്റെ എക്സ്റ്റൻഷൻ കേബിളിൻ്റെ വയറ് വളരെയധികം സീനാണ്. അപ്പം ഈ വയറ് ഇല്ലാത്ത എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടോ? യെസ്. ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം ഞാൻ ഇതാ വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. ഇങ്ങനത്തെ ഒരു പെട്ടി എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ഞാൻ ഇതിലോട്ട് മാറ്റി. ക്യാൻവാസസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പെയിൻറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇതൊന്ന് ഒതുക്കി വയ്ക്കാം. നമ്മൾ ഒരു ടേബിൾ ലാമ്പ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. വർക്കാവാത്തതാണ്, ബട്ട് ഒരു ലുക്കിന് നമുക്കിതിവിടെ വെച്ചാലോ. യെസ്, വർക്കാവില്ല എന്ന് പറയാൻ കാരണം ഇതിങ്ങനെയാണ്, വർക്കാവില്ല. 60 വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇതിൽ പല 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 ഇങ്ങനെ കുറെ ഓട്ടകളൊക്കെ ഉണ്ട്. ഈ ഓട്ടകളൊക്കെ കിട്ടിയപ്പോഴേ ഉണ്ടായിരുന്നില്ലേ? യെസ്, അങ്ങനെ അത്രയും പഴക്കമുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഭംഗി കുറവൊക്കെ ഉണ്ട്. പക്ഷെ ഇനി അത് പോളിഷ് ചെയ്തെടുക്കുന്നതാണ് അപ്പച്ചൻ പറയണേ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തോരം ഭംഗിയില്ല എന്ന് പറഞ്ഞാലും എൻ്റെ ഇപ്പോൾ വലിയ എസ്തെറ്റിക്സ് ഒന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം ഞാൻ പറയാം, കാരണം ഇങ്ങനെ കിടക്കുന്ന തുണികൾ, ഇങ്ങനെ കിടക്കുന്ന ഹാങ്ങർ, ബാഗ്, ആക്ച്വലി ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു നോർമൽ വീട്ടിലെ എസ്തെറ്റിക്സ്. പിന്നെ നമ്മൾ അത് മാറ്റിയെടുക്കുന്നതാണ്. ആൻഡ് ഈ വീടും മൊത്തത്തിൽ ഇതിൻ്റെ എസ്തെറ്റിക്ക് മാറ്റി കൊറിയൻ പോലത്തെ വീടാക്കാനൊന്നും നടക്കണ പരിപാടിയല്ല. പെയിൻറ്റ്, തൊലി ഇളകിയിരിക്കുന്ന ചുമർ, അതൊന്നും എനിക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റില്ല. എന്നെ കൂടെ മാറ്റാൻ പറ്റുന്ന ഒരു ഏരിയ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്തെങ്കിലും സെറ്റാക്കണം, ഈ ഒരു ഏരിയ എന്തെങ്കിലും സെറ്റാക്കണം, ഈ ഒരു ഏരിയ എന്തെങ്കിലും സെറ്റൊക്കെ ആക്കണം. അതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വാം ലൈറ്റൊക്കെ വരുമ്പോൾ ഒരു കോസി വൈബ് മൊത്തത്തിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. നമുക്ക് പരിപാടി തുടങ്ങാം. How is it? രസമില്ലേ കാണാൻ? യെസ്, രസമുണ്ട് കാണാൻ. സ്കെയില് കിട്ടിയില്ല, പകരം ഞാൻ ഈ ബ്ലേഡ് എടുത്തുകൊണ്ടതും പിന്നെ ഒരു പെൻസിലും ഇതും നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണേ. അപ്പം നമ്മൾ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് പാളിപ്പോയിട്ടോ, ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് നൈസായിട്ട് ഇനി ഒട്ടിക്കാൻ തുടങ്ങാം. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് 4 ഭാഗം ഒട്ടിച്ച് വെച്ചു കേട്ടോ. ഇനി അതാണ് നമ്മൾ എടുത്ത് ഓരോന്നും ഒട്ടിക്കാൻ പോകുന്നത്. ഇതൊരു അരിവാക്കിൻ്റെ അവലും കഴിഞ്ഞ് ഞാൻ കുറേ നേരമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഒരുമാതിരി ഒക്കെ കൂടെ കെട്ട് കിടന്നു. ഞാൻ മര്യാദയ്ക്ക് എടുക്കാണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് കേട്ടോ, ഇറക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്കിഷ്ടമായി. ഹായ്. യെസ്,
ഐ ലൈക്ക് ദിസ്. എനിക്കിഷ്ടമായി, അടിപൊളി. ഞാൻ അച്ഛന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അതുപോലെ അവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഇവിടെ 2-3 ഇട്ടിട്ടുണ്ട്, പിന്നെ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇടണോന്ന് ആലോചിക്കുന്നുണ്ട്. ഒന്ന് വെച്ച് നോക്കാം, ഭംഗിയില്ലെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ മാറ്റാം. കാരണം ഇവിടെ ഓവർ ക്രൗഡഡ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ നമ്മൾ ഒതുക്കി കഴിഞ്ഞു. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഇതെനിക്ക് അച്ചു വാങ്ങി തന്നിട്ടുള്ള സ്ലിതറിൻ്റെ ബുക്കാണ് കേട്ടോ. ഇതിൽ എൻ്റെ 30ക്ക് മുമ്പ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ജേണലും എഴുതുന്ന ബുക്കാണ്. എൻ്റെ അടിയിൽ എൻ്റെ ഡയറി ഇരിപ്പുണ്ട്. ഇപ്പോഴും ഒതുക്കൊന്നും തീർന്നിട്ടില്ല. ഇനി മിക്കതും ബാക്കി കാര്യങ്ങൾ പതുക്കെ പതുക്കെ നാളെ ആയിരിക്കും ചെയ്യുക. കുറച്ചൊന്ന് ചെയ്യുമായിരിക്കും ഇനിയും ഫുഡൊക്കെ കഴിച്ചിട്ട്. എങ്ങനെയുണ്ടേ? ഇഷ്ടമായ? ശരിക്കും ഇഷ്ടമായ? ഇനി ചേട്ടൻ നമുക്ക് വരുമ്പോ തടസ്സാവും നമുക്ക് തോന്നുന്നുണ്ടാ? മുഖം കണ്ടിട്ട് അത്ര അങ്ങോട്ട് നന്നായിട്ടില്ലല്ലോ. അന്ന് മൂന്നാർ ട്രിപ്പിന് വന്ന അപ്പച്ചനേക്കാൾ നല്ല ഉഷാറായില്ലേ ഇപ്പൊ അപ്പച്ചൻ? തടി ഇത്തിരി വെച്ചില്ലേ? തടിയൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചാ നല്ല രസില്ലേ കാണാൻ? ഒരു കോസി വൈബ് സെറ്റപ്പ് ആയില്ലേ? ഇത് ഓഫ് ചെയ്ത് ഇതെപ്പോഴും ഓൺ ചെയ്ത് ഇടാനല്ല, ഒരു ചെറിയൊരു ഇതിന് മാത്രം. ഇതാണ് അപ്പൊ എന്റെ റൂം. ഇനിയും കുറെ സാധനങ്ങൾ ചെയ്യണ്ടട്ടാ. അപ്പൊ അത് എന്തായിരിക്കും അല്ലേ? അത് ബാക്കിയാ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ. എനിക്ക് അവിടെ കിച്ചണിലാക്കണം. അപ്പച്ചന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരോ ഇതുകളും ഓരോ ചെറിയ ചെറിയ കോഡ്സും കൂടെ വെക്കാമെന്നാണ്. അധികം സംഭവങ്ങളൊന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാവൽപ്പഴം തിന്നുകൊണ്ട് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഹാഫ് ഇയറിലോട്ടുള്ള. അപ്പോൾ ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ട്, ക്യാൻവാസ് അല്ല, ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫോട്ടോസെല്ലാം ഇപ്പോൾ നിരത്തി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് ഈ പശയും വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കാം. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോരോ സാധനങ്ങളായിട്ട് സ്റ്റിക്കേഴ്സും സംഭവങ്ങളൊക്കെ ഒട്ടിക്കണം. എൻ്റെ കയ്യിൽ സ്റ്റിക്കേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള രീതിയിലുള്ള പേപ്പേഴ്സും കോഡ്സും ഒക്കെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ സാധാ കുറച്ച് പേപ്പറിൽ ഇതുപോലെ അക്രിലിക് കളേഴ്സ് എന്താ പറയുക ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുക. ഇതൊന്നും ഉണങ്ങുമ്പോൾ ഇതിൽ ജസ്റ്റ് കോഡ്സ് എഴുതിയിട്ട് അതിൽ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണം. എൻ്റെ കയ്യിൽ അതല്ലാത്ത സപ്ലൈസ് ഒന്നുമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വാങ്ങാനും ഉള്ളൊരു അവസ്ഥയിലല്ല. ഇന്ന് തന്നെ പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങി വന്നപ്പോഴേക്കും എൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് തളർച്ചയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഇനി ഞാൻ മുതിരുന്നില്ല. എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ പെയിൻറ്റ് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് തുടച്ച് നന്നായി വെള്ളം വെച്ച് തുടച്ചാൽ പോവും. ഇതുപോലെ കുറേ ഇതിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അത്. പിന്നെ അക്രിലിക് കളേഴ്സ് വാട്ടർ വെച്ചിട്ട് ഇത് കഴിഞ്ഞാൽ പോവും, തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പോവും. പോവാണ്ടൊന്നിരിക്കില്ല, കണ്ടോ? അത് പോകട്ടോ. ഞാൻ എഴുതിയിട്ടോ, ഞാൻ ആ സാധനങ്ങളൊക്കെ എഴുതി ആവശ്യമുള്ള കോഡ്സും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റാം. കുഞ്ഞി മേക്ക് ഓവർ കഴിഞ്ഞു, നമ്മൾ കാണാൻ പോവാണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരുക്കം കഴിഞ്ഞിട്ടുള്ള റൂം. ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല ഇപ്പോൾ. അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു ഫോട്ടോ വോൾ ആക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മേക്കപ്പിൻ്റെ സാധനങ്ങളും പിന്നെ മരുന്നിൻ്റെ കുപ്പികൾ അല്ലെങ്കിൽ വെള്ളം കുപ്പിയൊക്കെ വെക്കുന്ന സ്ഥലം. അതിവിടെയാണ് കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റ് ഇടാം, അതായിരിക്കും കുറച്ചും കൂടിയും ഓക്കെ. അപ്പോൾ ഇതാണ് ആ പറഞ്ഞൊരു കോർണർ. പിന്നെ വരുന്നതാണ് ഈ ഒരു കോർണർ. ഇവിടെയും ഞാൻ ഈ ഒരു മണി പ്ലാന്റിൻ്റെ സാധനം ഇട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഉള്ളിലോട്ടായിട്ടായിരിക്കണേ. ഇത് ആക്ച്വലി ഇങ്ങനെ വന്നാലേ കുറച്ചും കൂടി ഭംഗി. ഓക്കെ, അവിടെ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ഞാൻ പെയിൻറ്റ് ചെയ്തതാ, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് 2024 ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ. ആ കേടായി, എന്നാലും ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബുക്ക് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കണ്ട. പിന്നെ ഇത് ഓക്കെ, ഫസ്റ്റ് ഇതെനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് ആൻസി ഗിഫ്റ്റ് ചെയ്തതാട്ടോ. ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ഒരു കാരിക്കേച്ചർ, ഒരു അനിമെ പോലത്തെ ഒരു സെറ്റപ്പ് ഫ്രെയിം ചെയ്തത്. ഇതാണ് എൻ്റെ മിഡ് ഇയർ റീസെറ്റ് ആയിട്ടുള്ള എൻ്റെ വിഷൻ ബോർഡ്. പിന്നെ അതാ ഇത് ഇപ്പുറത്തെ സൈഡിലും ഇട്ടിട്ടുണ്ട്, ഇപ്പുറത്ത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഇവിടെ 2 ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ഞാൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞ് സ്ട്രിപ്പ് ലൈറ്റ് ഞാൻ ആ ഒരു മണി പ്ലാന്റിൻ്റെ ആ ഒരു വലിയ സ്ട്രിപ്പും അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് എന്താ തോന്നണതെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പം അത് പിന്നെ ഇവിടെ ഉള്ളത് ആ കേടായിട്ടുള്ളൊരു ടൈം പീസായിരുന്നു. ഇത് പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്, അപ്പം അത് കേടായിപ്പോയി. അതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ക്യാൻഡിൽ. ഇത് കത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, മണമൊന്നുമില്ല കേട്ടോ, കത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതാണ് ഈ 2 സാധനങ്ങൾ. പിന്നെ ഇതാ അടുത്ത ഒരു പ്ലാന്റ് ആണ്, ഭയങ്കരമായിട്ട് മിന്നുന്നുണ്ട്. സോ ഞാൻ വീണ്ടും ലൈറ്റ് ഇടാൻ പോവാം. നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇത് പൊട്ടിയ ഗ്ലാസ് ആണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ യൂസ് ചെയ്തിരുന്നതാണ്. എൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ളതാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് ഒരു ഷൂട്ടിന് പോയ സമയത്ത്. ഒരു മോഡലിംഗ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഒരിക്കൽ. ആ സമയത്ത് ഒരു ഷൂട്ടിന് പോയപ്പോൾ എനിക്ക് റെമ്യൂണറേഷനും കിട്ടി, ഈ ഒരു കപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ 2 ഡയറീസ് ഉണ്ട്. ഒരു ഡയറിയും കൂടി ഉണ്ട്, അത് എടുത്ത് വെക്കണമെങ്കിൽ ജേർണൽ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഷോ ഗൈസ്. ഇതാ ഈ ഒരു മിററ്, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈറ്റ്, ആ ഒരു ലൈറ്റ് തന്നെയാണ് ഇവിടെ മൊത്തം വന്നിട്ടുള്ളത്. ഇവിടെ ഒരു 2 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ബെഡ്. കുഞ്ഞൊരു മേക്ക് ഓവർ സെറ്റായിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ മനസ്സിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിൽ അറിയണം കേട്ടോ. എനിക്കറിയാം കുറേ കാര്യങ്ങൾ നന്നാക്കാനുണ്ട്, അപ്പോൾ നിങ്ങളത് പറഞ്ഞാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ സജഷൻസ് എപ്പോഴും ഞാൻ സ്വീകരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ലവ് യു, സൈനോരാ.